മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിട പറഞ്ഞത് 2025-ലാണ്. 1965 പുറത്തിറങ്ങിയ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന പാട്ട് പാടിക്കൊണ്ടാണ് ഇദ്ദേഹം സിനിമാ സംഗീത രംഗത്തേക്ക് വരുന്നത്. എന്നാൽ 1966 റിലീസായ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് ഇദ്ദേഹത്തിൻ്റെതായി ആദ്യം റിലീസാവുന്നത്. 1967 പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ എന്ന സിനിമയിലെ അനുരാഗ ഗാനം പോലെ എന്ന പാട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പി ജയചന്ദ്രൻ എന്ന ഗായകനെ മലയാളികൾ ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 16,000-ലേറെ പാട്ടുകളാണ് ഇദ്ദേഹം പാടിയത്. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡിനോടൊപ്പം 5 തവണ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും 4 തവണ തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡും നേടിയ ലെജൻഡറി ഗായകനായിരുന്നു പി ജയചന്ദ്രൻ. 1944 മാർച്ച് 3 ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ച പി ജയചന്ദ്രൻ 2025 ജനുവരി 9 മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 80 വയസ്സായിരുന്നു. തൃശ്ശൂരിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ലിവറിന് ബാധിച്ച ക്യാൻസർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണകാരണം. 2025 ആദ്യത്തിൽ പുറത്തിറങ്ങിയ പാതിരാ നേരത്ത് എന്ന പാട്ടാണ് പി ജയചന്ദ്രൻ അവസാനമായി പാടിയത്. ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും അദ്ദേഹം ആ പാട്ട് വളരെ മനോഹരമായിട്ട് തന്നെ പാടി. പാട്ടിന് പുറമെ കൃഷ്ണപരുന്ത്, നക്ഷതങ്ങൾ, ട്രിവാൻഡ്രം ലോഡ്ജ്, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക് എന്നീ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു പി ജയചന്ദ്രൻ. ഒരു ഞെട്ടലോടെയായിരുന്നു കലാഭവൻ നവാസിന്റെ മരണവാർത്ത മലയാള സിനിമാ പ്രേക്ഷകർ അറിഞ്ഞത്. കലാഭവൻ നവാസ് അന്തരിച്ചു. ചൊട്ടാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ കലാഭവൻ നവാസ് 1991 പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന ചിത്രത്തിൽ ഒരു ന്യൂസ് പേപ്പർ ബോയിയുടെ വേഷത്തിലാണ് സിനിമയിലേക്ക് എത്തുന്നത്. വളരെ ചെറിയ വേഷമായിരുന്നു അത്. എന്നാൽ 1995 പുറത്തിറങ്ങിയ ചൈതന്യം, മിമിക്സ് ആക്ഷൻ 500, ഏറെക്കൂട്ടം എന്നീ സിനിമകളിലൂടെ കലാഭവൻ നവാസിനെ ശ്രദ്ധിക്കപ്പെട്ടു. ഹിറ്റ്ലർ ബ്രദേഴ്സ്, ജൂനിയർ മാൻഡ്രേക്ക്, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദാമാമ, തില്ലാന തില്ലാന തുടങ്ങിയ കഥാപാത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. അയ്യോ, ഞാൻ സ്പീഡിലാണ് ഓടിക്കാറ്. എന്റെ സ്പീഡ് കണ്ടിട്ട് പ്രഭക്കുട്ടി പേടിച്ചാലെന്ന് വിചാരിച്ചിട്ടാ. നല്ലൊരു ഗായകൻ കൂടിയായിരുന്ന കലാഭവൻ നവാസ് TV ഷോകളിലും TV പ്രോഗ്രാമുകളിലും സജീവമായതോടൊപ്പം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളോടെ എന്നും നിറഞ്ഞു നിന്നു. എന്നാൽ 2024 വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ വീണ്ടും ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയിൽ സജീവമാകുകയായിരുന്നു കലാഭവൻ നവാസ്. 1974 വടക്കാഞ്ചേരിയിൽ ജനിച്ച നവാസ് 2025 ഓഗസ്റ്റ് 1 മരണപ്പെടുന്നത്. ചോറ്റാനിക്കൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. മരിക്കുമ്പോൾ കലാഭവൻ നവാസിൻ്റെ പ്രായം 51 വയസ്സായിരുന്നു. 2025 പുറത്തിറങ്ങിയ പ്രകമ്പനം എന്ന ചിത്രത്തിലായിരുന്നു കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ചത്. ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ഹോട്ടലിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. ടിക്കാട്ടാക്ക എന്നൊരു ചിത്രം അദ്ദേഹത്തിൻ്റെ മരണശേഷം പുറത്തിറങ്ങിയിരുന്നു. 2025 വിടവാങ്ങിയ പഴയകാല നടനാണ് ഷാനവാസ്. MBAക്ക് പോകണം, ബിസിനസ് ചെയ്യണം, വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യണം. മലയാളത്തിലെ എവർഗ്രീൻ നായകനായ പ്രേം നസീറിന്റെ മകൻ കൂടിയായ ഷാനവാസ് ഏകദേശം 50-ന് മുകളിൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1954 ഇദ്ദേഹം ജനിക്കുന്നത്. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത് 1981 പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം സിനിമാ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. എൻ്റെ തുടക്കം എന്ന് പറയുന്നത് പ്രേമഗീതങ്ങൾ എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. പിന്നീട് ദർശനം, ആശ, കോരിത്തെരിച്ച നാൾ, മൈലാഞ്ചി തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചു. പല സിനിമകളിലും നായകനായി അഭിനയിച്ചെങ്കിലും അച്ഛൻ പ്രേം നസീറിനെ പോലെ വലിയ രീതിയിലുള്ള വിജയമുണ്ടാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ലായിരുന്നു. 1991 വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്നു. പിന്നീട് ഏറെക്കാലം ബ്രേക്ക് എടുത്തതിന് ശേഷം 2011 പുറത്തിറങ്ങി മോഹൻലാൽ നായകനായെത്തിയ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് മടങ്ങി വരുന്നത്.
അന്ന് നമ്മൾ അധികം കാണാറില്ല, കണ്ടുപിട്ടിയപ്പം പറഞ്ഞ ഒരു ഡയലോഗ്. ഇതിനിടയിൽ നിരവധി TV സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിരുന്നു. 2025 ഓഗസ്റ്റ് 4 ഷാനവാസ് മരണപ്പെടുന്നത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. മരിക്കുമ്പോൾ ഷാനവാസിന്റെ പ്രായം 71 വയസ്സായിരുന്നു. 2022 പുറത്തിറങ്ങിയ ജനഗണമന എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ. 2025 വിടവാങ്ങിയ മറ്റൊരു പഴയകാല നടനാണ് രവികുമാർ. 1975 പുറത്തിറങ്ങിയ ഉല്ലാസയാത്ര എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് മലയാളത്തിലും തമിഴിലുമായി 100-ലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1970കളുടെ അവസാനത്തിൽ തിളങ്ങി നിന്ന നായകനായിരുന്നു രവികുമാർ. 1954 തൃശ്ശൂരിൽ ജനിച്ച രവികുമാർ ആദ്യ സിനിമയിൽ തന്നെ നായകനായി എത്തിയെങ്കിലും പിന്നീട് ക്യാരക്ടർ റോളുകളിലും പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലക്ഷപ്രഭു, നീലസാരി, റോമിയോ, അയൽക്കാരി, അമ്മ, ആശീർവാദം, ശ്രീമുരുകൻ, ഇന്നലെ ഇന്ന് തുടങ്ങിയ സിനിമകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ്. 2025 ഏപ്രിൽ 4 രവികുമാർ ഈ ലോകത്തുനിന്നും വിടവാങ്ങുന്നത്. ശ്വാസകോശത്തിന് ബാധിച്ച ക്യാൻസർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണകാരണം. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 71 വയസ്സായിരുന്നു. 2022 പുറത്തിറങ്ങിയ CBI 5 ദ ബ്രെയിൻ എന്ന സിനിമയാണ് മലയാളത്തിൽ ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ. അതുപോലെ 2022 തമിഴിലെ വീട്ടിലെ വിശേഷം എന്ന ചിത്രവും ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായിട്ടുണ്ട്. മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായ ഷാഫി 2025 അപ്രതീക്ഷിതമായി ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത്. മലയാളികൾക്കായി ഏറ്റവും മികച്ച കോമഡി സിനിമകൾ സംവിധാനം ചെയ്ത ഷാഫി തമിഴ് സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. 1990കളിലാണ് ഷാഫി സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്ത സംവിധായകനായ രാജസേനൻ്റെയും റാഫി മെക്കാട്ടിൻ്റെയും അസിസ്റ്റൻ്റായിട്ടാണ് ഇദ്ദേഹം സംവിധാനം ആരംഭിക്കുന്നത്. 1968 എറണാകുളത്ത് ജനിച്ച ഷാഫി ആദ്യമായി സിനിമ സംവിധാനം ചെയ്യുന്നത് 2001 പുറത്തിറങ്ങി ജയറാം നായകനായെത്തിയ വൺ മാൻ ഷോ എന്ന ചിത്രമാണ്. പിന്നീട് അങ്ങോട്ട് 18ഓളം മികച്ച സിനിമകളാണ് ഇദ്ദേഹം മലയാളത്തിനും തമിഴിനുമായി സംഭാവന ചെയ്തിരിക്കുന്നത്. 1995 പുറത്തിറങ്ങിയ ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിക്കൊണ്ടാണ് ഇദ്ദേഹം സിനിമാ സംവിധാന രംഗത്തേക്ക് കടക്കുന്നത്. പിന്നീട് ഹിറ്റ്ലർ, സൂപ്പർമാൻ, ദ കാർ, ഫ്രണ്ട്സ് തുടങ്ങി ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി ഇദ്ദേഹം പ്രവർത്തിച്ചു. 2001 പുറത്തിറങ്ങിയ വൺ മാൻ ഷോയിലൂടെ സ്വതന്ത്ര സംവിധായകനായതിനു ശേഷം 2002 കല്യാണരാമൻ, പിന്നീട് പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മജ, മായാവി, ചോക്ലേറ്റ്, ലോലിപോപ്പ്, ചട്ടമ്പിനാട്, മേരിക്കുണ്ട് കുഞ്ഞാട്, മേക്കപ്പ് മാന്, വിനീസിലെ വ്യാപാരി, 101 വെഡ്ഡിംഗ് തുടങ്ങി പ്രത്യേകിച്ച് 2 കൺട്രീസ് പോലുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇദ്ദേഹം മലയാളത്തിനായി നൽകിയിട്ടുണ്ട്. 2025 ജനുവരി 26 ഷാഫി മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 56 വയസ്സായിരുന്നു. എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഷോക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണകാരണം. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത്. 2025 വിടവാങ്ങിയ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരമായിരുന്നു ധർമ്മേന്ദ്ര. ഏകദേശം 65 വർഷത്തോളം സിനിമാ രംഗത്ത് പ്രവർത്തിച്ച ധർമ്മേന്ദ്ര 300-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും സക്സസ് ആയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടനെന്ന റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. 1935 പഞ്ചാബിലാണ് ധർമ്മേന്ദ്ര ജനിക്കുന്നത്. 1960 റിലീസായ ദിൽബി തേര ഹംബി തേര എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമ അഭിനയ രംഗത്തേക്ക് വരുന്നത്. 1960 ആയി മിലാൻ കി ബേല എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് സിനിമയിലൊരു ശ്രദ്ധ ലഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഹിന്ദി സിനിമയിലെ താരമായി വളരുകയായിരുന്നു. 1970 മുതൽ 77 വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രൈം ടൈം. അന്ന് സൂപ്പർ താരമായിരുന്നു. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മരിക്കുന്നത് 2025 നവംബർ 24 മരിക്കുമ്പോൾ 89 വയസ്സായിരുന്നു പ്രായം. മുംബൈയിൽ വെച്ചായിരുന്നു ധർമ്മേന്ദ്രയുടെ അന്ത്യം സംഭവിച്ചത്. 2026 ജനുവരി 1 പുറത്തിറങ്ങിയ ഇക്കീസ് എന്ന ചിത്രത്തിലാണ് ധർമ്മേന്ദ്ര അവസാനമായി അഭിനയിച്ചത്. 2025 മലയാളികൾക്ക് നഷ്ടമായ ലെജൻഡറി ആക്ടറും സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്ന ശ്രീനിവാസനെയാണ്. 300-നടുത്ത് സിനിമകളിൽ അഭിനയിച്ച ശ്രീനിവാസൻ നിരവധി സിനിമകൾക്ക്, സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ ഒരുക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1976 പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്
സിനിമാ അഭിനയത്തിലേക്ക് ശ്രീനിവാസൻ എത്തുന്നത്. 1979 പുറത്തിറങ്ങിയ സംഘഗാനം എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ആദ്യം ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളിലെ സൂപ്പർ ഹിറ്റ് കഥാപാത്രങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചു. ശ്രീനിവാസന്റെ അഭിനയത്തെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും പ്രത്യേകിച്ച് മലയാളികളോട് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ സിനിമകളും തിരക്കഥകളുമൊക്കെ അസാധ്യ ലെവൽ, വേറെ ലെവലിലാണ്. 1989 വടക്ക് നോക്കി യന്ത്രം, 1998 ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ 2 ചിത്രങ്ങളാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തത്. തിരക്കഥാ സംവിധാനത്തിന് പുറമെ ഇദ്ദേഹം നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1950 പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ 2025 ഡിസംബർ 20 മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 75 വയസ്സായിരുന്നു. തൃപ്പൂണിത്തറയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. 2023 പുറത്തിറങ്ങിയ കുറുക്കൻ എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ 2025 നാൻസി റാണി എന്ന ചിത്രമാണ്. 2025 ഈ ലോകത്ത് നിന്ന് വിട വാങ്ങിയ മലയാളത്തിൻ്റെ മറ്റൊരു സംവിധായകനായിരുന്നു ഷാജി എൻ കരുൺ. 1988 പുറത്തിറങ്ങിയ പിറവി എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് സിനിമാ സംവിധാന മേഖലയിലേക്ക് ഇദ്ദേഹം കടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 7 സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 94 സ്വഹം, 99 വാനപ്രസ്ഥം, 2010 കുട്ടീസ് റാങ്ക് തുടങ്ങിയ സിനിമകൾ ചില മികച്ച ചിത്രങ്ങളാണ്. സിനിമയ്ക്ക് പുറമെ നിരവധി ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെൻ്ററികളും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 2025 ഏപ്രിൽ 28 ഇദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 73 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. 2018 പുറത്തിറങ്ങിയ ഓളി എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത്. അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പഴയ താരങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.